ചെർക്കള ജാൽസൂർ അന്തർ സംസ്ഥാന പാതയിൽ ബോവിക്കാനം ടൗണിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന കൂറ്റൻ മരം മുറിച്ചു നീക്കി. ബോവിക്കാനം ടൗണിൽ ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡിന് സമീപത്ത് ഏത് സമയത്തും കടപുഴകി വീണേക്കാവുന്ന അവസ്ഥയിലായിരുന്നു മരമുണ്ടായിരുന്നത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട സാമൂഹിക പ്രവർത്തകനായ ഉനൈസ് നുസ്രത് നഗർ അപകട സാധ്യതയെക്കുറിച്ച് വിശദീകരിച്ച് രംഗത്തെത്തിയിരുന്നു. നാട്ടുകാരുടെ ഉൾപ്പെടെ അഭിപ്രായ ശേഖരണവും ഇദ്ദേഹം നടത്തിയിരുന്നു. ഉനൈസ് നുസ്രത് നഗർ നടത്തിയ ഇടപെടലിൽ അധികൃതർ മരം മുറിച്ചു നീക്കുകയുമായിരുന്നു. മരം മുറിച്ചു മാറ്റിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും ജില്ലാ പോലീസ് ചീഫിനും കളക്ടർക്കും നന്ദി അറിയിക്കുന്നതായി ഉനൈസ് നുസ്രത് നഗർ പറഞ്ഞു. പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങളാണുള്ളതെന്നും ഇക്കാര്യം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉനൈസ് പറഞ്ഞു. വലിയൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാനത്ത് ടൗണിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന ഒരു മരം, ഏത് സമയത്ത് നിലംപതിക്കാരായി നിൽക്കുന്ന ഒരു മരത്തെ വലിയ രീതിയിൽ തന്നെ അധികാരികൾ കണ്ടു എന്ന് വേണം ഈ ഒരു സമയത്ത് പറയാൻ. ഇന്നലെ രാത്രിയോടുകൂടി അപകട സാധ്യതയുള്ള മരം അവിടുന്ന് വെട്ടിമാറ്റുകയും വേണ്ടപ്പെട്ട അധികാരികൾ അതിൽ നടപടി കൈക്കൊള്ളുകയും ചെയ്തു. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ പോലീസ് ചീഫിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കലക്ടർ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ പ്രതിനിധികൾക്കും വലിയ സന്തോഷം, അവർക്ക് വലിയൊരു നന്ദിയും കടപ്പാടും ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഇതുപോലുള്ള അപകട സാധ്യതകളുള്ള മരങ്ങളായാലും റോഡുകളായാലും അധികാരികളിലേക്ക് എത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയെന്ന് വിചാരിച്ചുകൊണ്ട് യുവാക്കൾ ഇത്ര നല്ല പ്രവർത്തികൾ ചെയ്യണമെന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരം മുറിച്ചു മാറ്റിയതോടെ ബോവിക്കാനം ടൗണിലെത്തുന്നവരുടെ വലിയ ആശങ്കയാണ് ഒഴിഞ്ഞത്. മരം മുറിച്ചു മാറ്റുന്നതിനായി ഉനൈസ് നുസ്രത് നഗർ നടത്തിയ ഇടപെടലിനെ ടൗണിലെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ പ്രശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.